നമ്മള് ശനിയാഴ്ച രാത്രി ഇപ്പോൾ സമയം 10 മണി. അപ്പോൾ അവിടെ ഒന്ന് മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയതാ, മുടി വെട്ടി വരാം. ഇതിപ്പോൾ ഷാർജയിൽ മൻസൂറ എന്ന് പറഞ്ഞ സ്ഥലം. ഒരു റൗണ്ട് ബോട്ട് ഒരു ഹമ്പ് കഴിഞ്ഞു. ഇന്നിപ്പോൾ കട അടയ്ക്കാനായി. ഇവിടെ രാത്രി 12 മണിക്ക് ആകുമ്പോഴത്തേന് കട അടയ്ക്കും. അപ്പോൾ അതിൻ്റെ അടയ്ക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊരു 11:30 മുതൽ 11:45 ആകുമ്പോൾ തന്നെ അവർ ക്ലോസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. അതുകൊണ്ട് ഇനി പോയിട്ട് അവിടെ എത്തുമ്പോൾ ഒരു 10 മിനിറ്റ് ഓട്ടം ഉണ്ട് സൈക്കിളിന്. അപ്പോൾ ഒരു അവിടെ എത്തുമ്പോഴത്തേന് കട അവരിനിപ്പോൾ ലാസ്റ്റൊക്കെ ലേറ്റായി വരുന്നുണ്ടേ അവര് എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. അവിടെ ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്. നമ്മൾ പുറകിലിപ്പോൾ ഒരു റൗണ്ട് ബോട്ട് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു റൗണ്ട് ബോട്ടിനുണ്ട്. അതിന് ബോർഡ് ഉണ്ട്, റൗണ്ട് ബോട്ടിൻ്റെ ബോർഡാണ്, സൈൻ ബോർഡ്. ഇവിടെ ഷാർജയിലധികം റൗണ്ട് ബോട്ടാണ്. ഈ ഏരിയയിൽ കുറേ റൗണ്ട് ബോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. സൈക്കിള് നമ്മളിപ്പോൾ ഈ ഭാഗത്തു നിന്ന് വന്നാൽ ഇനിയിപ്പോൾ സൈക്കിൾ ഇതിൽ ഓടിച്ച് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് സൈക്കിൾ ഇവിടെ വച്ച് പോകണം. ഇതാണ് നമ്മൾ സൈക്കിള്. ഇവിടെ സൈക്കിള് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ്. ഇത് 100 ദിറംസിന് സെക്കൻഡ് ഹാൻഡ് മേടിച്ച സൈക്കിളാണ്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോൾഡ് ചെയ്ത് വണ്ടിയിലേക്ക് വെക്കാം. ഇത് ഇവിടുത്തെ റൗണ്ട് ബോട്ട്. ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് അവിടേക്ക് പോകണം. ആ ഭാഗത്ത് ആ ഡയറക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. വണ്ടി ഇവിടെ തിരക്ക് കഴിയുമ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്യാം. ഇതിവിടെ പോലീസ് എന്നാൽ ഫൈൻ അടിക്കും. പോലീസ് ഷൂർത്ത കണ്ടാൽ ഫൈൻ വരും. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വന്ന റോഡ് ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ പോവാൻ. ഇവിടെ കണ്ട ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് മക്ക മാർക്കറ്റ്. ഇവിടെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒഴികെ ബാക്കിയെല്ലാം കിട്ടും. അതായത് പച്ചക്കറി ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ ഫുഡ് ഒഴികെ ബാക്കി വരുന്ന അരി സാധനങ്ങൾ, ഓയില്, പിന്നെ പൊടികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. കൂടുതലായിട്ടും ഗാർമെൻറ്റ്സ്, പിന്നെ ബാഗ്, ക്ലോത്ത്, അതായത് ഗാർമെൻറ്റ്സ് പെട്ട എല്ലാ സാധനങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും. അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഞാൻ ഒരു വട്ടം കാണിച്ചിരുന്നു. അഡ്നോക്ക് പമ്പാണ്. അഡ്നോക്ക് പമ്പ്, പെട്രോൾ പമ്പ്. ഒരു സിറ്റി സെന്റർ ഉണ്ട്, നസ്രിയ. ഇവിടെ ഒരു കാലിഫോറുണ്ട്. കാലിഫോർ മാർക്കറ്റാണ്. നമ്മൾ അടുത്ത റൗണ്ട് ബോട്ട് എത്തി. ഇത് ഫയർ റൗണ്ട് ബോട്ട് എന്നാണ് പറയാം. ഇവിടെ ഒരു നെസ്റ്റ് ഉണ്ട്, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതൊരു ചെറിയ ഹൈപ്പർ മാർക്കറ്റാണ്. ഇതാണ് ഫയർ റൗണ്ട് ബോട്ട്. ഇത് ഫയർ സ്റ്റേഷനാണ് ഈ കാണുന്നത്, നേരെ കാണുന്നത്. ഇത് ഫയർ സ്റ്റേഷൻ. നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ
നമ്മൾ സൈക്കിള് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്യാം, അതാ സേഫ്. ഇവിടാണ് ലുലു. ഇത് ലുലു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഡേ ടു ഡേ ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങ് അകലെ നേരെ അവിടേക്ക് ഇതായത് ഇത് നെസ്റ്റോ ആണ് കാണുന്നത്. ഇത് വലിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഇത് നെസ്റ്റോ ബുത്തിയിലാണ്. അതിൻ്റെ അടുത്ത് ലുലു ഉണ്ട്. ലുലുവിൻ്റെ നെസ്റ്റോൻ്റെ അടുത്ത് ഒരു ഡേ ടു ഡേ ഉണ്ട്. ഇത് ഡേ ടു ഡേ അവിടെ കാണുന്ന നെസ്റ്റോ. ഇത് ലുലു. ഇത് കാലിഫോർ മാർക്കറ്റ്. നമുക്ക് പോകേണ്ട അങ്ങോട്ട് കാണും, ആ ഡയറക്ഷൻ. അവിടെയാണ് നമ്മളെ മുടി വെട്ടുന്നൊരു കട ഉണ്ട്. ഇത് വേറൊരു നെസ്റ്റോ. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. സൈക്കിള് വണ്ടി വരുന്നുണ്ട്. വണ്ടി പോയി കഴിഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യും. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഫയർ സ്റ്റേഷൻ. ഇത് നെസ്റ്റോ റൗണ്ട് ബോട്ട്. നമ്മളിപ്പോൾ ഈ ഡയറക്ഷനിൽ നമുക്ക് അവിടേക്കാണ് നമ്മുടെ ബാർബർ ഷോപ്പ് സലൂൺ ഉള്ളത്. ഈ ഡയറക്ഷനിൽ ഇവിടെ ഈ സ്ഥലത്തിന് പറയാ നബ്ബ എന്നാണ്. ഷാർജ നബ്ബ. ഇവിടെ സിഗ്നൽ ഉണ്ട്. സിഗ്നല് ക്രോസിങ്ങിനുള്ളതാണ്. പെഡസ്ട്രിയൻ ക്രോസിങ് അതിനുള്ള സിഗ്നൽ. അത് കഴിഞ്ഞിട്ട് ഈ സിഗ്നലിന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടാണ് ഈ കട. നമ്മളിപ്പോൾ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഇനി പോകേണ്ടത് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കടന്നിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാൻ. ഇവിടെ ഒരു അൽക്കബാൽ ഡിസ്കൗണ്ട് സെന്റർ ഉണ്ട്. അതിൻ്റെ ബാക്കിലാണ് ഈ കട. നമുക്കിനി റോഡ് ക്രോസ് ചെയ്യണം. ഇപ്പോൾ സിഗ്നൽ റെഡ് ആണുള്ളത്. ഒരു ഗ്രീൻ അകത്തിയാൽ നമുക്ക് പോകാം റോഡ് ക്രോസ്. ഇവിടെ തിരക്കുണ്ട്. ഇന്ന് സൺഡേ, നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് വീക്കെൻഡ്, സാറ്റർഡേ വീക്കെൻഡ്. അപ്പോൾ നല്ല തിരക്കാണ്. റോഡിൽ മൊത്തം ട്രാഫിക്കാണ്. പിന്നെ പൊതുവെ ഈ ഏരിയ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. നല്ല ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ്. റോഡ് ക്രോസ് ചെയ്ത് അൽക്കബാൽ ഡിസ്കൗണ്ട് സെന്റർ. അൽക്കബാൽ സെന്റർ അല്ലേ? അൽക്കബാൽ സെന്റർ ആണിത്. ഖസറൽ കബായി. ഇതിന്റെ വർഗ്ഗം ഇവിടെയാണ് നമ്മുടെ കട വരുന്നത്. ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മളെ കട. ഓക്കെ, ഇതല്ലല്ലോ നമ്മളെ കട. ഇതല്ല നമ്മളെ കട. ഇതിന്റെ അപ്പുറത്താണ് നമ്മൾ പോണ കടക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് അവിടെ 5 ദിറംസേ ഉള്ളൂ. മുടി വെട്ടാനും താടി വെട്ടാനൊക്കെ 5 ദിറംസേ ഉള്ളൂ. ഇതാണ് കട. ഈ കട ഉണ്ടോ? 5 ദിറംസ്. നമുക്ക് സൈക്കിൾ ഇവിടെ നമുക്ക് ഇവിടെ ലോക്കാക്കി വെക്കാം. ഇവിടെ ലോക്കാക്കി വെച്ചിട്ട് സൈക്കിൾ ലോക്കാക്കി വെച്ചിട്ട് നമുക്ക് കടയിൽ കയറാം. സൈക്കിൾ സേഫാണ്. സൈക്കിൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് കടയിൽ കയറാം. साइड दो साइड है ना. अभी क्या करेंगे? अभी यूट्यूब में डालेंगे. यूट्यूब में क्या करेंगे?
खिंचो क्या वीडियो बनाएगा? वीडियो वीडियो बन रहा है। आफ्टर एंड बिफोर दिखाएंगे। सबका बनाएगा। हाँ बन गया। ओके कर लो। ओके वाह वाह क्या बात है। ये मोबाइल में कितना पकड़ा चाचा? तुमसे कौन सा मोबाइल पकड़ा? ये आईफोन 13 प्रो मैक्स മൊബൈൽ കളിച്ചിരിക്കുക. ഫുഡ് കഴിക്കാനുള്ള സമയം തോന്നുന്നു. ഒരു ക്ലോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പില്ല. ലാസ്റ്റ് വരുന്ന കസ്റ്റമറൊക്കെ ഇവരിങ്ങനെ കുറച്ച് ആടി തൂങ്ങിട്ടൊക്കെ ചെയ്യുക സ്ലോലി. ഗുണം ഇതാണ്, 5 ദിർഹംസേ ഉള്ളൂ. ചെറിയ പൈസക്ക് പരിപാടി ചെയ്യും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കുറച്ച് വിട്ട് लंच टाइम मुझे अफसोस है कि अपने जेठ के सामने से मुझे खाली हाथ जाना पड़ा। വേറെ ആളെങ്കിലും പോസ്റ്റർ നിൽക്കാതാണ്. പോസ്റ്റർ നിൽക്കുക. മുടി വിട്ട് ഇറങ്ങി ഗൈസ്. സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് കുളിക്കണം. കൊള്ളാല്ലേ നൈസ്. ഇതാണ് കട. 5 ദിർഹംസ്. ഓക്കെ, ഈ ലൊക്കേഷൻ വരുന്നത് നബ്ബയിലാട്ടോ. നബ്ബയില് നമ്മള് ഇതിന്റെ ഡിസ്കൗണ്ട്സ് ഈ കബായിൽ കാസർഗോഡ് കബായിൽ മക്ക മാർക്കറ്റ് പോലത്തെ ഒരു കടയാണ് ഇതിന്റെ പുറകിലാണ്. നമുക്ക് സൈക്കിൾ എടുത്തിട്ട് വിടാം. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇതാണ് കട. ടാറ്റ ബൈ ബൈ താങ്ക് യു. ഇത് അവിടുന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ വീട്ടിലേക്ക് പോവാം. ഞാൻ പണ്ട് കുറച്ച് മുന്നേ ഇതിന്റെ പുറകിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അന്നൊന്നും ഈ കട ഉള്ള അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഇവിടെ താമസം മാറി വേറൊരു ഏരിയയിൽ പോയതിന് ശേഷമാണ് ഇവിടെ ഈ സ്ഥലത്തിനെ പറ്റി അറിയുന്നത്. സ്ഥലം മീൻസ് ഈ കടനെ പറ്റി. ഈ കടനെ കുറിച്ച് അന്നാണ് അറിയുന്നത് ഇങ്ങനെ ഈ ഒരു കട അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്ര ദൂരം വരേണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ആ ഏരിയയിൽ കടകളൊന്നും ഇല്ല.